രാത്രി രക്താംബരം പോലെ ചുമന്നതിന്റെ പാപങ്ങളെ ഹിമം പോലെയാക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ മുഴുവൻ വ്യാപരിക്കുന്നതിനാൽ അങ്ങനെ ഓഡിറ്റോറിയം മുഴുവൻ ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ബന്ധത്തിലല്ലാതെ ഒരാൾക്ക് 23-ാം സങ്കീർത്തനമാകുന്ന ദൈവസഭയ്ക്ക് അകത്തോട്ട് വരാൻ അനുവാദമില്ല. 22 കാൽവറിയാണെങ്കിൽ 23 ദൈവസഭയാ. 22 വെച്ച് യേശുവിനെ സ്വീകരിക്കാത്ത ഒരാൾക്ക് 23 ദൈവസഭയ്ക്കകത്തേക്ക് കയറാൻ അനുവാദമില്ല. 22-ാം സങ്കീർത്തനം കാൽവറി യാഗമാണെങ്കിൽ എന്റെ പ്രാണനാഥനെ രക്ഷകനായി അംഗീകരിക്കുന്ന ഒരാൾക്ക് ഇന്ന് രാത്രി സന്തോഷത്തോടെ 23-ാം സങ്കീർത്തനത്തിലേക്ക് വന്നു പറയാം, അവൻ എന്റെ ഇടയനാണെന്ന്. അതല്ലാതെ പറയാൻ യോഗ്യതയില്ല. ഇന്ന് രാത്രി അങ്ങനെ പറയാൻ തന്റേടമുള്ളവർക്കായി, കൃപ ലഭിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. 22-ാം സങ്കീർത്തനത്തിലെ കാൽവറി യാഗത്തിലൂടെ എന്റെ പ്രാണനാഥനെ രക്ഷകനായി അംഗീകരിച്ച യേശുവിനെ അംഗീകരിച്ച 23-ാം സങ്കീർത്തനമാകുന്ന ദൈവസഭയിലേക്ക് ഇന്ന് രാത്രി കടന്നു വന്ന യേശുവിനെ ആരാധിക്കാമെന്നവർക്കായി സന്തോഷത്തോടെ പറയാം, അവൻ എന്റെ ഇടയനാണ്, അവൻ എന്റെ രക്ഷകനാണ്, അവൻ എന്റെ പരിപാലകനാണ്, എന്റെ വീണ്ടെടുപ്പുകാരനാണ്, എന്റെ പാപമോചകനാണ്, എന്റെ സൗഖ്യദായകനാണ്. ധൈര്യമായിട്ട് പറ, ധൈര്യമായിട്ട് പറ, അവൻ എന്റെയാണ്. ദൈവശക്തി വ്യാപരിക്കുന്നു ഇവിടെ മുഴുവൻ. ഈ ഹോൾ മുഴുവൻ ദൈവശക്തി വ്യാപരിക്കുന്നു. ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഒരു ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി ഹോൾ മുഴുവൻ വ്യാപരിക്കുന്നുണ്ട്. ഒരു ആത്മശക്തിയുടെ വ്യാപാരം ഈ ഹോൾ മുഴുവൻ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വ്യാപാരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പറ, അവൻ എന്റെ ഇടയനാണ്, അവൻ എന്റെ രക്ഷകനാണ്, അവൻ എന്റെ പരിപാലകനാണ്, എന്റെ വീണ്ടെടുപ്പുകാരനാണ്. പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ, ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ. ദൈവം സംസാരിക്കുമ്പോൾ അടങ്ങിയിരിക്കരുത്, ആത്മാവിൽ ആരാധിക്കുക, ആരെയും ശ്രദ്ധിക്കരുത്. ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ, ഇത് വിടുതലിന്റെ രാത്രിയാണ്. സന്തോഷത്തോടെ പ്രാണനാഥനെ ഇന്ന് രാത്രി ചില ജീവനങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന സ്തോത്രം. ഇന്ന് രാത്രി ചില പേരുകൾ ജീവന്റെ പുസ്തകത്തിന് എഴുതുന്ന സ്തോത്രം. കാൽവരി ക്രൂശുമായുള്ള ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി ചിലരെ ദൈവം കൊണ്ടുവരുന്നതിന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന്റെ പരിശുദ്ധാത്മാവ് ചില ഹൃദയ ശക്തമായി ഇന്ന് രാത്രി തലോടുന്നതിന് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. കാൽവരിയുടെ കുലത്തലത്തിൽ മാനവരാശിക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവനെ ബലിയായി നൽകിയ എന്റെ പ്രാണനാഥനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് ഇന്ന് രാത്രി ദൈവസഭയിലേക്ക് പ്രവേശിക്കാം. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ യേശു ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 22 വരുന്നവരെ മുഴുവൻ 23 ചേർക്കുകയാണ് ഇന്ന് രാത്രി കർത്താവിന്റെ പദ്ധതി. 23 ദൈവസഭ കയറി വരുമ്പോഴേ പറയാം, ധൈര്യമായിട്ട് കയറി പോലെ ഇന്നു മുതൽ ഞാൻ നിന്റെ ഇടയനാ. ഓ സന്തോഷമായി കയറി വരുന്ന പറഞ്ഞ ഗേറ്റിന്റെ അവിടെ തന്നെ നിന്നെ സ്വീകരിക്കുക. അങ്ങോട്ട് 22 വരുന്നത്, ചോദ്യം 22 വരുന്നത്, കാൽവറിയിലാണോ വരുന്നത്? ഇങ്ങോട്ട് കയറി പോരാ, നിന്റെ ഇടയൻ ഞാനാണ്. ഇന്ന് രാത്രി കയറി വരുന്നവരെ മുഴുവൻ സ്വീകരിക്കുന്നത് ഇടയനാ, വലം കൈ പിടിച്ച് സ്വീകരിക്കുന്നത്. കയറി വാ, 22 വരുന്നത്, കാൽവറിയിലാണ് വരുന്നത്. കയറി വാ, നിന്റെ ഇടയൻ ഞാനാ. ഇന്നു മുതൽ ഇന്നലെ വരെ നിന്റെ ഇടയൻ മദ്യമായിരുന്നു, നാർക്കോട്ടിക്കുകളായിരുന്നു, ബ്രൗൺ ഷുഗർ, കാശിച്ച്, മരിച്ചുവാന, കഞ്ചാവ്, പട്ടച്ചാരായം, ലോകത്തിന്റെ സുഖങ്ങൾ, അതായിരുന്നു നിന്റെ ഇടയൻ. എന്നാൽ 22 ഇറങ്ങി വരികയല്ലേ, ഇന്നു മുതൽ നിന്റെ ഇടയൻ ഞാനാ. കയറി വാ. ഇന്നലെ വരെ നിന്റെ ഇടയൻ പൊളിറ്റിക്സ് ആയിരുന്നു, രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു നിന്റെ ഇടയന്മാർ, മത നേതാക്കന്മാരായിരുന്നു. എന്നാൽ കാൽവറിയിൽ കർത്താവിനെ കണ്ടുമുട്ടിയിട്ട് വരികയല്ലേ, ഇന്നു മുതൽ 23 കയറിപ്പോലെ നിന്റെ ഇടയൻ ഞാനാ. പേടിക്കണ്ട, ഇവിടെ പച്ചയായ വെള്ളമുണ്ട്, അല്ല ഇവിടെ പച്ചയായ പുല്ലുണ്ട്. ബാക്കി എവിടെ പോയാലും ഇച്ചിരി ഉണങ്ങില്ല. പക്ഷെ ഇവിടെ വന്നാൽ ഈ പുല്ലിന്റെ പ്രത്യേകത എപ്പോഴും പച്ചയാണ്. ജനിച്ചപ്പോ
നീ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും പച്ച, നിനക്ക് ജോലി കിട്ടിയപ്പോഴും പച്ച, നീ പ്രായമായപ്പോഴും പച്ച. ഓ, ഈ പുല്ല് എപ്പോഴും പച്ചയാ. ഏതാ ഈ പുല്ല്? കർത്താവിന്റെ വചനം. നീ ഇങ്ങോട്ട് വന്നോളാൻ പച്ചയായ പുല്ലുണ്ടെന്ന് പലയിടത്തും ഉണങ്ങിയത് നിന്ന് നീയും ഉണങ്ങി. ആ ഉണക്ക് മാറ്റാൻ ഇന്ന് രാത്രി കയറി വാ. പച്ചയായ പുല്ല്, ആത്മീയ ഉണക്ക് മാറ്റാൻ പച്ചയായ പുല്ലുണ്ടെന്ന് കയറി വരാൻ വിളിക്കുന്ന കയറി വാ. പച്ചയായ പുല്ല്. പിന്നെ സ്വച്ഛമായ വെള്ളം. അതെന്താ? ഇവിടുത്തെ ഏത് വെള്ളവും നോക്കിയോ അനങ്ങിക്കൊണ്ടിരിക്കും. ഒരു വാറ്റായ ഒരു വീട്ടിലോ ഒരു എട്ടുകാലിലോ ആ വെള്ളത്തെ കിടന്ന് ഇങ്ങനെ ഓടി എപ്പോഴും വെള്ളം അനങ്ങിക്കും. സമുദ്രത്തിലെ വെള്ളം, എവിടുത്തെ വെള്ളം നോക്കൂ, ചലിച്ചോണ്ടേയിരിക്കും. എന്നാൽ നിനക്ക് സമാധാനം തരുന്ന സ്വച്ഛമായ വെള്ളം, അത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് കയറിപ്പോരാൻ പച്ചയായ വെള്ളം മാത്രമല്ല, അല്ല പച്ചയായ പുല്ല് മാത്രമല്ല, സ്വച്ഛമായ വെള്ളം. പച്ചയായ പുല്ലും സ്വച്ഛമായ വെള്ളവും ലോകത്തിന് പുച്ഛമാണെങ്കിലും നമുക്കത് മെച്ചമായി തരുന്ന ഒരു ഇടയുണ്ട്, നിശ്ചയം. ആമേൻ. ഇതിനകത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാണ്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയോ, ലോകത്തിന് പുച്ഛമാണെങ്കിലും വിവരമിച്ചവർക്കത് മെച്ചമാണ്. കാടും വീടെന്ന ചിന്ത, ഓടുന്ന വീതിയിലും ആടിനെ തേടുന്ന മനസ്സ്, കാലൊടിഞ്ഞ ആടിനെ തഴുകി തലോടി തോളിലെത്തി കൂട്ടിലെത്തിക്കുന്ന ശ്രേഷ്ഠ ഇടയൻ, പച്ചയായ പുല്ലും സ്വച്ഛമായ വെള്ളവും തന്ന് നമ്മെ നീതിയുടെ പാതയിലേക്ക് അനീതിയുടെ പാതയിൽ വന്നവരെ നീതിയുടെ പാതയിൽ നടത്തുന്ന ആ നല്ല ഇടയൻ. ഹല്ലേലൂയ. ദൈവ സഭയിലോട്ടാണോ വരുന്നത്? ഇതിനകത്തൊരു വൃക്ഷം, ഇവിടെ വൃക്ഷം തന്നെയല്ലേ പറയുന്നത്, ഈ ചിക്കനൊക്കെ വെക്കുന്നത് വൃക്ഷല്ലേ. 23-ാം സങ്കീർത്തനത്തിൽ ഒരു വൃക്ഷം. കോഴിയെ വെക്കുന്നതല്ല, ആത്മാവിനെ തണുപ്പിക്കുന്നത്. അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ചൂടേറിയ വിഷയങ്ങള് നിന്റെ ഹൃദയത്തുമായി മല്ലുപിടിക്കുമ്പോൾ ആരൊരു തണുപ്പ് തരുമെന്ന് വിചാരിച്ച് നീ വേദനയോടെ ഭാരപ്പെടുമ്പോൾ നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന 23-ാം സങ്കീർത്തനത്തിലെ ദൈവസഭയിലെ ദൈവത്തിന്റെ പദ്ധതിക്കാർ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. പച്ചയായ പുല്ല് മാത്രമല്ല, സ്വച്ഛമായ വെള്ളവും നീതിയുടെ പാതയും പ്രാണനെ തണുപ്പിക്കുന്ന അവന്റെ പദ്ധതിക്കായി ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. അതുകൊണ്ട് ഓടിവാ, 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 കൃപയാ നദിയരികിൽ നിന്റെ മലിനത നീക്കാൻ ഭാവി. ഓടിവാ, കൃപയാ നദിയരികിൽ തേടി നിന്നെ കാണാൻ ഏറ്റവും പാടി മലർന്നവനുൾ ഓടി വന്നു പാടുകളങ്ങേറ്റു കുരിശിൽ. തേടി നിന്നെ കാണാൻ ഏറ്റവും പാടി മലർന്നവനുൾ ഓടി വന്നു പാടുകൾ ഏറ്റു കുരിശിൽ. നേടി നിന്റെ ഓടിയുയർത്തു പിതാവ് ഓടിരുന്നു മധ്യസ്ഥൻ കേളപേക്ഷിക്കുന്നു. വേഗം